കടൽക്കൊള്ളക്കാരുടെ പേടി സ്വപ്നമായി മാറുകയാണ് ഇന്ത്യൻ നാവികസേന. വിവിധ ഓപ്പറേഷനുകളിൽ നിന്നായി 100-ലധികം പേരെയാണ് സേന രക്ഷപ്പെടുത്തിയത്. രക്ഷപ്പെടുത്തിയവരിൽ 27 പാകിസ്ഥാനികളും 30 ഇറാനികളും ഉൾപ്പെടുന്നു. ഓപ്പറേഷൻ സങ്കൽപ് ഉൾപ്പെടെയുള്ള ഓപ്പറേഷനുകളിലൂടെയാണ് അറബിക്കടലിലെ കടൽക്കൊള്ളക്കാരിൽ നിന്ന് 110 പേരെ രക്ഷിച്ചതെന്ന് നാവികസേന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സേന രക്ഷപ്പെടുത്തിയവരിൽ 45 ഇന്ത്യക്കാരും ഉൾപ്പെടുന്നു. കടൽക്കൊള്ളയും ഡ്രോൺ ആക്രമണവും തടയാൻ 10 യുദ്ധക്കപ്പലുകളും മറ്റു നിരീക്ഷണ വിമാനങ്ങളും അറബിക്കടലിൽ വിന്യസിച്ചിട്ടുണ്ട്. P-8I നിരീക്ഷണ വിമാനം, സീ ഗാർഡിയൻ ഡ്രോണുകൾ എന്നിവ യുദ്ധക്കപ്പലുകൾക്ക് പുറമെ നാവികസേന ഉപയോഗിക്കുന്നുണ്ട്. ആന്റി ഡ്രോൺ ഓപ്പറേഷനുകൾ നടത്തുന്നതിന് ധാരാളം ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട്. മറൈൻ കമാൻഡോകളും അറബിക്കടലിൽ കാവലായി നിൽക്കുന്നു. ഏറ്റവും ഒടുവിൽ നാവികസേന പിടികൂടിയ 35 സൊമാലിയൻ കടൽക്കൊള്ളക്കാരെ നാവികസേന മുംബൈ പോലീസിന് കൈമാറി. കഴിഞ്ഞ വർഷം വിജ്ഞാപനം ചെയ്ത മാരിടൈം ആന്റി പൈറസി നിയമപ്രകാരമാവും കൊള്ളക്കാരെ വിചാരണ ചെയ്യുക. സാധാരണയായി പിടികൂടുന്ന കൊള്ളക്കാരിൽ നിന്ന് ആയുധം പിടിച്ചെടുത്ത ശേഷം വിട്ടയക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇത്തവണ കൊള്ളക്കാർ ഇന്ത്യൻ സേനയ്ക്ക് നേരെ വെടിവെച്ചിരുന്നു. ഇവരെ വിട്ടയച്ചാൽ വീണ്ടും സംഘം ചേർന്ന് കപ്പലുകൾ തട്ടിയെടുക്കാൻ സാധ്യത കൂടുതലാണെന്ന് നാവികസേന ഉദ്യോഗസ്ഥർ പറയുന്നു. ഡിസംബറിൽ സൊമാലിയൻ കൊള്ളക്കാർ റാഞ്ചിയ മാൾട്ടീസ് ചരക്ക് കപ്പലായ MV റൂബനാണ് ഇന്ത്യൻ നാവികസേന വീണ്ടെടുത്തത്. കപ്പലിലെ 17 ജീവനക്കാരെ മോചിപ്പിച്ചിരുന്നു. INS കൊൽക്കത്തയാണ് ദൗത്യത്തിന് നേതൃത്വം നൽകിയത്. മറൈൻ കമാൻഡോകൾ നടത്തിയ ഓപ്പറേഷനിടെ കടൽ കൊള്ളക്കാർ നടത്തിയ വെടിവയ്പിൽ ഒരു ഡ്രോൺ തകർന്നിരുന്നു. ഇന്ത്യൻ തീരത്തുനിന്ന് 2600 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ 40 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് നാവികസേന കപ്പൽ മോചിപ്പിച്ചത്. കപ്പൽ വളഞ്ഞ ശേഷം നാവികസേനയുടെ പ്രത്യേക കമാൻഡോ സംഘമായ മാർക്കോ സംഘങ്ങൾ കപ്പലിൽ കയറി കൊള്ളക്കാരെ നേരിടുകയും കീഴടങ്ങാൻ നിർബന്ധിക്കുകയുമായിരുന്നു. ബൾഗേറിയ, മ്യാൻമർ, അങ്കോള എന്നിവിടങ്ങളിലെ പൗരന്മാരാണ് കപ്പലിലുണ്ടായിരുന്നത്.